നമസ്തേ. രത്നങ്ങളും ഗ്രഹങ്ങളും ചർച്ചയാവുന്ന രത്നശാസ്ത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അമാവാസി അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ ചർച്ച ചെയ്തു പോകുന്നത്. അപ്പം ആ ദിവസം അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഒന്ന് നോക്കിക്കാണേണ്ടത് അതിൻ്റെ ചെറിയൊരു റെമഡീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണ്. അതിനനുയോജ്യം പ്രതികൂലമായിട്ടുള്ള രത്നങ്ങൾ ഒക്കെ നമ്മൾ പറയുകയാണ്. നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മുടെ രത്നശാസ്ത്രത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ അപൂർവങ്ങളായിട്ടുള്ള രത്നങ്ങൾ, അവയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്, വളരെ വലിയൊരു റൂബി ദളം കിട്ടിയ ഒരു മ്യാൻമർ ഏരിയയിൽ, പഴയ ബർമ്മ മ്യാൻമർ ഏരിയയിൽ ഏപ്രിൽ മിഡോടുകൂടിയാണ് 11,000 ക്യാരറ്റ്, 11,000 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ 2.2 കിലോയുടെ റഫ് റൂബി അവിടുത്തെ തൊഴിലാളികൾ ഖനിയിൽ നിന്ന് കണ്ടെടുത്തു. ഒരു സിംഗിൾ പീസ് അല്ലേ? സിംഗിൾ പീസ്. ലോകത്തിലെ തന്നെ ഒരു വലിയ വെയിറ്റ് കൂടിയ 2.2 കിലോ റൂബി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. അത്രത്തോളം. അതെ 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 നല്ല 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 പീജിയൻ റെഡ് കളറിലുള്ള ഒരു റൂബിയാണ് ആ ഏരിയയിലുള്ളത്. അത് കണ്ടെടുക്കുകയുണ്ടായി. അതിപ്പം ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്നറിയില്ല അവിടുത്തെ സർക്കാർ. ഇപ്പോൾ അവിടെ ഒരുപാട് പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ വളരെ വളരെ മോശമാണല്ലോ, എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിരിക്കുന്നത്, വീണ് കിട്ടിയിരിക്കുന്നത്. അതൊരു വലിയൊരു അസറ്റാണല്ലേ? അത്രയും വലിയ റൂബി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വില ഭയങ്കരമായിരിക്കും. പിന്നെ രാജ്യത്തിൻ്റെ ഒരു അസറ്റല്ലേ ഇത്. രാജ്യത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ രക്തങ്ങളെന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അസറ്റാണത്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. വെളിയിലെ ഏരിയയിലൊക്കെ ഒരുപാട് ബാങ്കുകൾ എമറാൾഡ് പോലത്തെ വലിയ 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 കല്ലുകളും ഒക്കെ അവർ ബാങ്കിൽ പ്ലഡ്ജ് ചെയ്യാനും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട്. രത്നങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. രത്നങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സമ്പത്താണെന്ന് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് രത്നങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഇതാണ് കണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും പണ്ടൊന്നും പറയാറില്ലേ, പുതിയ പുതിയ മൈനുകൾ വരുന്നു, പുതിയ പുതിയ രത്നങ്ങൾ വരുന്നു. അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അവിടെ. അത് അത്ര വലിയൊരു അസറ്റാണ് ആ രാജ്യത്തിന് കിട്ടിയിരിക്കുന്നത്. നല്ല കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്വത്താണത്. എനിക്ക് തോന്നുന്നു ഈ മ്യാൻമർ എന്ന് പറയുന്ന ബർമീസ് മൈനുകൾ, അല്ലെങ്കിൽ അത് പണ്ട് കാലം തൊട്ടേ ഈ റൂബിക്ക് പേര് കേട്ട ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് അവിടെ തന്നെ മോഗോക്ക് എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പിനടുത്തുള്ള ഒരു ഏരിയയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്, കണ്ടുകിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു അസറ്റല്ലേ. രത്നങ്ങൾ രാജ്യത്തിൻ്റെ അസറ്റാണ്. അവർക്ക് ഒരു പണ്ട് റിസർവിങ് ആയിട്ട് വെച്ചിരുന്നതൊക്കെ രത്നങ്ങൾ ഒരു ക്ഷാമം ഉണ്ടാകുമ്പോഴും ഒക്കെ രത്നങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ ഡെപ്പോസിറ്റായിട്ട് പഴയ രാജാക്കന്മാർ സൂക്ഷിച്ച് വെച്ചിരുന്നത് അടുത്ത എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു അസറ്റാണ്. അത് പിന്നെ എങ്ങനെയാണത് കൈകാര്യം ചെയ്യാൻ നമുക്കറിയില്ല. അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നോക്കി. അതെ 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 ചിലപ്പം വലിയ വലിയ മ്യൂസിയങ്ങളിൽ വലിയൊരു ഷോ പീസായിട്ട് തന്നെ അവരത് പ്രിസർവ് ചെയ്യുമോ ഒക്കെ ആയിരിക്കും. പല രത്നങ്ങളും പല ലോകത്തിൻ്റെ പല കോണുകളിലും അങ്ങനെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. കട്ട് ചെയ്ത് പോളിഷ് ചെയ്തും വിടാനാണെങ്കിൽ എത്രയോ 2.2 കിലോ എന്ന് പറയുമ്പോൾ നിസ്സാരമൊന്നും അല്ലല്ലോ. എത്രയോ വാല്യൂ ഉണ്ട് അതിന്. അത് റൂബിയുടെ മൈനുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഈ റൂബി അല്ലെങ്കിൽ മാണിക്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് പലരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമാണ് ബർമീസ് റൂബി. അതാണ് ആൾക്കാരുടെ മൈൻഡിൽ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതെ അതെ, ബർമ ഇല്ലല്ലോ, ബർമയ്ക്ക് മ്യാൻമർ എന്നായല്ലോ. ആ റൂബിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴും ഉണ്ട്, ജിയോഗ്രാഫിക്കലി ഉണ്ട്. പക്ഷെ പിന്നീട് ഒരുപാട് മൈനുകൾ വന്നല്ലോ. ഇപ്പം മൊസാംബിക് മൈനുകൾ എന്ന് പറയുന്ന റൂബി നമുക്ക് അഫോർഡബിളാണ്.
ഈ ആഫ്രിക്കൻ അത് മൊസാംബിക്. അത് നമുക്ക് ആൾക്കാർക്ക് വാങ്ങാനും സാധാരണക്കാരായ ആൾക്കാർ അവർക്ക് രത്നങ്ങൾ ധരിക്കണമല്ലോ. ഞാൻ കൂടുതലും മൊസാംബിക് റൂബിയ ഞാൻ മേടിച്ച് വെക്കാം. പിന്നെ ജോൺസൺ മൈനിൽ നിന്ന് വരുന്നുണ്ട്, ടാൻസാനിയയിൽ തന്നെ ജോൺസൺ എന്ന് പറഞ്ഞ മൈൻ, അവിടുന്ന് വരുന്ന റൂബിയുണ്ട്. അതെല്ലാം നല്ലതാണ്. എന്നാൽ വലിയ നമ്മൾ നോക്കിയെടുക്കണം. ഇതിപ്പോൾ കല്ലുകൾ നമ്മൾ എല്ലാ മൈനുകളിൽ നിന്നും വരുന്ന കല്ലുകൾ മോശമൊന്നുമല്ല, പക്ഷെ അതിനകത്ത് മോശമുള്ള കല്ലുകളുണ്ട്. ഇപ്പം ആപ്പിളും മാങ്ങയൊക്കെ കേടുള്ളതും ഉണ്ടല്ലോ, ഇല്ലേ? ഒരു മരത്തിൽ കേടുള്ളതും ഉണ്ട്. അപ്പോൾ നമ്മൾ കേടുള്ളത് മാറ്റി വെച്ചിട്ട് നല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ രത്നങ്ങൾ നമ്മൾ സപ്ലൈസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരെ വളരെ കൃത്യമായിട്ട് സെലക്റ്റഡ് പീസുകൾ വേണം വാങ്ങാനായിട്ട്. ബൾക്ക് ലോട്ടുകൾ പർച്ചേസ് വാങ്ങുമ്പോൾ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലാഭമാണ്. ഒരു ലോട്ടിന് വില കുറവായിരിക്കും. എപ്പോഴും ലോട്ട് നോക്കി ഒരു ആവറേജ് ഇങ്ങനെ എടുത്ത് നോക്കി കല്ല് കുഴപ്പമില്ല 2-3 കല്ലുകൾ നോക്കിയിട്ട് ഇതിൻ്റെ വില പറഞ്ഞ് എടുക്കുക. മറ്റേ പൂത്ത് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇത് വെക്കുക. ഇത് മേടിച്ച് വിൽക്കുന്നത്. അപ്പോൾ അവർ വിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം അവർ വിൽക്കും. ഇപ്പോൾ റൂബി വന്ന് ചോദിക്കുന്ന ഒരാൾക്ക് 2 ക്യാരറ്റാണ് വേറെ ഒന്നും നോക്കത്തില്ല. അതേസമയം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ലോട്ടിൽ നിന്ന് നമ്മൾ സെലക്ഷൻ എടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കൂടിയ വില കൊടുത്താണ് റിജക്റ്റഡ് പീസുകളുടെ വിലയും കൂടെ നമ്മൾ കൊടുത്താണ് ഇത് മേടിക്കുന്നത്. അപ്പം നമ്മുടെ കല്ലിനകത്ത് നാച്ചുറലായിട്ടുള്ള ഇൻക്ലൂഷൻസ് മാത്രമേ കാണത്തുള്ളൂ. അത് 3-4 പേരിരുന്ന ഒരു ദിവസത്തെ പണിയാണ്. ഒരു ലോട്ട് കല്ല് വന്നാൽ അത് നോക്കി സെലക്ട് ചെയ്ത് അതിൻ്റെ കട്ടിങ്, അത് മോതിരത്തിന് ഉള്ളതിന് സെപ്പറേറ്റ് ആയിട്ട്, ലോക്കറ്റിന് വേറെ ടൈപ്പ്, അങ്ങനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ അടിയിലോട്ട് ഒരുപാട് ഇങ്ങനെ താഴോട്ട് അതിൻ്റെ ഇത് വന്ന് നിന്നാൽ നമ്മൾ റിങ് പണിയുമ്പോൾ കയ്യെ മുട്ടും, കൈയുടെ തൊലി പോവും. അപ്പോൾ അങ്ങനെയുള്ളത് ലോക്കറ്റിനായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ പലതായിട്ട് സോർട്ട് ചെയ്ത് നമ്മൾ സെലക്റ്റഡ് പീസുകളാണ്. ഞാൻ വാങ്ങുന്ന സെലക്ട് പീസുകൾ മാത്രമേ വാങ്ങത്തുള്ളൂ. അപ്പോൾ എനിക്കൊരിക്കലും ലോട്ടിൻ്റെ വിലയിൽ കിട്ടത്തില്ല. ഈ സെലക്ഷൻ വരുമ്പോൾ അതിനൊരു പ്രൈസിലൊരു വ്യത്യാസം ഉണ്ടാവും. ഡിഫറൻസ് വരാറുണ്ട്. ലോട്ട് പ്രൈസും സെലക്ഷൻ പ്രൈസും രണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് വാങ്ങുന്നത്. ഇപ്പോൾ ഈ മൈനുകളുടെ കാര്യം പറഞ്ഞു. ഇപ്പം ഈ ബർമ അല്ലെങ്കിൽ മ്യാൻമർ അത് വളരെ റയറായിട്ടാണ് ഇപ്പം കിട്ടുക. കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഈ ആഫ്രിക്കൻ മൈനുകളാണ്. ഈ ശ്രീലങ്കയിൽ നിന്നൊക്കെ നമുക്ക് ഈ റൂബികൾ അവൈലബിൾ ആണ്. ശ്രീലങ്കയിൽ ഈ നമ്മൾ ഈ കൊറംഡം മിനറൽ കേന്ദ്രം, അത് ആ മിനറൽ കൂടുതലുള്ള ആ സ്ഥലത്ത് ഇത് റൂബിയും എല്ലാം കൊറംഡം കാറ്റഗറിയാണ്. അതിൽ പെടുന്നതാണ് റൂബിയും, പിങ്ക് സഫയർ, പത്മരാഗം. ഇതെല്ലാം നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന. ഇപ്പോൾ നമ്മുടെ ബ്ലൂ ആണെങ്കിലും ശ്രീലങ്കൻ ബ്ലൂവിന് വേറെ പ്രത്യേകതയാണ്. വില കൂടുതലാണ്, പക്ഷേ അതിനൊരു ഡാർക്ക് കളേഴ്സ് അല്ല അവിടെ. റൂബി ആണെങ്കിലും അവിടെ ഒരു ചെറിയ പർപ്പിൾ കളറായിരിക്കും വരുന്നത്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ റൂബിയുടെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്. ഈ റൂബി ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും ഞാൻ പറഞ്ഞൊരു സംശയം, അതായത് മ്യാൻമർ അല്ലെങ്കിൽ ബർമീസ് റൂബി വേണമെന്ന് പറയും. അത് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇന്ന മൈനിൽ നിന്നുള്ള റൂബി തന്നെ ധരിക്കണം. മൈൻ ആയതുകൊണ്ട് ഒരു വേൾഡ് ഫേമസ് റൂബി എന്ന് പറയുമ്പോൾ ബർമ, അത് ആൾക്കാരൊന്ന് രജിസ്റ്റർ ആയി നിൽക്കുന്നുണ്ടാകും. ഇപ്പോൾ നമ്മളൊരു മ്യാൻമറിലെ ഒരു റൂബിയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ മൈനുകളുണ്ട്. ടാൻസാനിയ തന്നെ ജോൺസൺ മൈന് നല്ല റൂബിയാണ് വരുന്നത്. മൊസാംബിക്ക് ആഫ്രിക്കൻ മൈന് നല്ല റൂബിയാണ് വരുന്നത്. റിച്ചാണ്. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഈവൻ ഫ്രൂട്ട്സൊക്കെ തന്നെ എന്തോരം അല്ലേ നമ്മൾ കാണുന്നില്ലേ, ഒന്നാന്തരം അത്രയും ഫ്രഷായിട്ട് റിച്ച് ഫ്രൂട്ടുകൾ തന്നെ വരുന്നത്. അവിടുത്തെ ഭൂമിയിൽ അധികം ഇളക്കം സംഭവിക്കാത്ത ഭൂമിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത് കുഴച്ചു മറിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഇഷ്ടം പോലെ ലാൻഡും ഒരുപാട് ഏരിയ ഉള്ള സ്ഥലമാണല്ലോ. അവിടെ നിന്നൊക്കെ വരുന്ന കല്ലുകളൊക്കെ മൊസാംബിക് റൂബിയൊക്കെ ഉഗ്രൻ റൂബികളാണ്. നമുക്ക് റീസണബിളാണ്. മൈന് ധാരാളം ഉള്ള മൈനിങ് ധാരാളമായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് സൂര്യൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ റൂബി ധരിക്കുന്നത്. റൂബി ധരിക്കുന്നതിന് ഒരുപാട്
ഒക്കെ ഒരുപാട് കാര്യങ്ങൾ റൂബി ധരിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതാണ്. അത് സൂര്യൻ ചൂടാണ്, ഒരുപാട് റൂബി ചൂടുണ്ടാക്കും ബോഡിയിൽ. ആവശ്യത്തിൽ കവിഞ്ഞ കാരറ്റേജ് ഇട്ടാൽ ബോഡി ഹീറ്റ് കൂടും. പിമ്പിൾസ് പോലത്തെ സംഭവങ്ങൾ ഒക്കെ കയറി വരാം. പിന്നെ സൂര്യൻ വളരെ നമുക്കൊരു പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഇപ്പം ചിങ്ങലഗ്നം, ലഗ്നാധിപൻ സൂര്യൻ നീചം, നമുക്ക് റൂബി കൊടുക്കാം, മനസ്സിലല്ലേ? എന്നാൽ മകരലഗ്നം അഷ്ടമാധിപൻ സൂര്യൻ നീചം, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇടവലഗ്നം സൂര്യൻ നീചം 6 രോഗസ്ഥാനത്ത് നീചപ്പെട്ട് നിൽക്കുന്നു, റൂബി കൊടുക്കാൻ പാടില്ല. ഇനി അയാൾക്ക് ആദ്യത്തെ ദശയാണെങ്കിൽ ഒട്ടും കൊടുക്കാൻ കൊള്ളത്തില്ല. കാരണം ആ ഇടവലഗ്നത്തിൻ്റെ 6 നിൽക്കുന്ന സൂര്യൻ നീചപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ പുള്ളിക്ക് അസുഖങ്ങളായിരിക്കും, ചൂട് സംബന്ധിച്ചമായ അസുഖങ്ങൾ. കണ്ണ്, സൂര്യൻ കാഴ്ചയാണല്ലോ, കാഴ്ച ശക്തി ഇതിനെ ബാധിക്കുന്നത്. എപ്പോഴും സൂര്യൻ ഫസ്റ്റിലെ പ്രകാശം, അപ്പോൾ നമ്മുടെ ലൈറ്റിലെ കണ്ണിൻ്റെ കാഴ്ചയാണ് എപ്പോഴും അത് ബാധിക്കുന്നത്, നെഗറ്റീവായിട്ട് നിന്നാൽ. അത് പോസിറ്റീവായിട്ട് ആ സൂര്യൻ ഉച്ചത്തിലൊക്കെ നിൽക്കുന്നവർക്ക് ആ കണ്ണിന് നല്ല പ്രകാശമായിരിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നല്ല പ്രകാശമായിട്ടായിരിക്കും നിൽക്കുന്നത്. ഒരു ചിങ്ങലഗ്നം അല്ലെങ്കിൽ സൂര്യൻ നല്ല രീതിയിൽ പ്ലാനറ്ററി പോർഷൻ നിൽക്കുന്ന ആൾക്കാർ വന്നാലേ നമുക്കറിയാൻ പറ്റും. ഒരു ജനറൽ ആയിട്ടുള്ള അപ്പിയറൻസ് ഓറ. പിന്നെ അവർ പെട്ടെന്ന് തന്നെ നോക്കിയത് കയറും, അവർ വെയിറ്റ് ചെയ്യൊന്നുമില്ല. കാരണം വെച്ചാൽ സൂര്യനൊരു ഈഗോ തരുന്ന പ്ലാനറ്റ്, രാജാവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ക്യാരക്ടർ എപ്പോഴും നമ്മുടെ കാണും. അത് പക്ഷെ അവരുടെ കുറ്റമല്ലത്. അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യൽ, ഒരുപാട് പേരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തമായിട്ട് തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, ലീഡർഷിപ്പ്, ഗവൺമെൻറ് സർവീസ്, മനസ്സിലല്ലേ, റൂളേഴ്സ്, ഇതെല്ലാം സൂര്യൻ്റെ അണ്ടറിൽ വരുന്ന സംഗതികളാണ്. അപ്പോൾ നമുക്ക് ആ സൂര്യരത്നം ധരിക്കുന്നതിന് നമുക്ക് സൂര്യൻ്റെ ചാർട്ട് നന്നായിട്ട്, അതിൻ്റെ D9 ചാർട്ടും D1 ചാർട്ടും നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ആണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പം അതിന് മാത്രം നമ്മൾ ബോഡി ഹീറ്റ്, ഇപ്പം നമ്മുടെ ഷോപ്പിൽ 10 ക്യാരറ്റ് റൂബി ഇല്ല, മേടിച്ച് വെച്ചിട്ടില്ല, കിട്ടാഞ്ഞിട്ടല്ല. 10-20 ക്യാരറ്റൊക്കെ കിട്ടുമല്ലോ. അത്രയ്ക്കും ക്യാരറ്റേജ് കൊടുക്കുന്നത് തന്നെ ഒരു അപകടം ചിലപ്പോൾ. പിന്നെ ഒരു 6-7-8 ക്യാരറ്റ് വരെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഭയങ്കര ബോഡി വെയിറ്റ് ഉള്ളവരുണ്ട്, മനസ്സിലായില്ല. 100, 110, 120 ഉള്ള ആൾക്കാർക്ക് റൂബി വളരെ അത്യാവശ്യമാണെങ്കിൽ കുറച്ച് ക്യാരറ്റ് കൂട്ടി കൊടുക്കും. അതായത് ഈ ബോഡി ഇതിൻ്റെ കാര്യം പറഞ്ഞു, ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഈ തണുപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രകൃതമൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ക്യാരറ്റേജ് വേണമെങ്കിൽ ബോഡി ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാനായിട്ട് ഉള്ളതിൽ ഒരു രത്നം റൂബിയാണ്. ഒരുപാട് തണുപ്പ് സഹിക്കാനേ വയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് റൂബിയോ കൊടുത്തത് വളരെ നല്ലതാണ്. റൂബി അനുയോജ്യമാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പോൾ ഈ സൂര്യരത്നം രത്നങ്ങളുടെ രാജാവെന്നാണ് നമ്മൾ റൂബീനെ അറിയപ്പെടുന്നത്. അപ്പം ഈ രത്നം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു രത്നമാണ് ഈ സൂര്യരത്നം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മൈനുകളെ കുറിച്ച് പറഞ്ഞു, അതായത് പഴയ കാലത്തെ മൈനുകൾ അത് മാറി ഇപ്പം പുതിയ മൈനുകൾ കണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള രത്നങ്ങൾ നമുക്കിപ്പം കിട്ടുന്നു. അങ്ങനെ വരുമ്പം ഇതിനകത്ത് ഈ റൂബിയിലൊക്കെ കണ്ടുവരും, നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയ പ്രേക്ഷകർക്കൊക്കെ ആയിട്ട് ഒരുപാട് ഈ ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ രത്നങ്ങളിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ റൂബിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. റൂബിയിൽ ഗ്ലാസ് ഫില്ലിങ്, റൂബിയിൽ വരുന്ന ഫ്രാക്ചർ ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേക ഗ്ലാസ് ഉപയോഗിച്ചിട്ട്, പ്രത്യേക ഗ്ലാസ്സാണത്. അത് ആ ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂബിയുടെ ആ ഗ്യാപ്പ് അങ്ങ് അടയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആ ഒരു ക്രാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഗ്ലാസ് ഫില്ല് ചെയ്ത് ഭയങ്കര തിളക്കമായിരിക്കും. ഈ തിളക്കം നമുക്ക് ലാസ്റ്റ് ചെയ്യൊന്നുമില്ല. റൂബിയുടെ നെക്ലസ്സുകൾ വലിയ കടകളിൽ ഇരിക്കുന്നതിന് വലിയ വിലയില്ലല്ലോ. അത് ചിലപ്പം സ്റ്റോണിന് പോലും സ്റ്റോണില്ല, സ്റ്റോൺ പ്രൈസ് ഒന്നും ഇല്ലെന്ന് പറയും. കാരണം ഇത് വന്നിരിക്കുന്ന ഇതാണ് സാധനം. റൂബിയുടെ തന്നെ കല്ലിൽ നമ്മൾ അത് ആർട്ടിഫിഷ്യലായിട്ട് മറ്റ് ഫോൺ ഇത് ഉപയോഗിച്ചിട്ട് അത് ഫില്ല് ചെയ്യുക, ആ ഫ്രാക്ചർ, ആ ക്രാക്ക് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കളർ എൻഹാൻസ് ചെയ്യാനുള്ള ഒരുപാട്
ഫ്ലെക്സ് പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ കളറൊക്കെ എൻഹാൻസ്ഡ് ആയിട്ട് നല്ല തിളങ്ങി നിൽക്കും. തിളങ്ങുന്ന കല്ല് എപ്പോഴും നമ്മൾ നാച്ചുറലാണോ എന്ന് സംശയത്തോടെ നോക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് തിളക്കമുള്ള കല്ല്, ഒരുപാട് തിളക്കമുള്ള കല്ലുകൾ മിക്കവാറും ഉള്ളത് വരുന്നത് മുഴുവൻ ഇതുപോലത്തെ ഹീറ്റിങ്ങും ട്രീറ്റിങ്ങും കഴിഞ്ഞിട്ട് വരുന്നതും ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആയിരിക്കും. പ്രത്യേകിച്ച് ആ റൂബിയിൽ, നമ്മുടെ റൂബി എന്ന് കണ്ടാൽ അത്ര തിളക്കമൊന്നുമില്ല, പക്ഷെ ഒരു തരത്തിലുള്ള ഹീറ്റിങ്ങും ട്രീറ്റ്മെൻറ്റ്സും അതിനില്ല. നാച്ചുറലായിട്ടുള്ള റൂബി സ്റ്റോണുകൾ തന്നെയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ചാർട്ടൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ ഗ്രഹത്തിൻ്റേതായിട്ടുള്ളൊരു എനർജി നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഒരു മോതിരവോ അല്ലെങ്കിൽ ഒരു ലോക്കറ്റോ ചെയ്യുമ്പം ഈ പറയുന്ന നല്ല രത്നം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഭംഗിയാണോ വേണ്ടത് ഗുണമാണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മൾ ഭംഗിയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏത് വേണമെങ്കിലും മേടിച്ചിടാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഡെയിലി നമ്മളുടെ ഷോപ്പുകളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കൊണ്ടുപോയി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ആൾക്കാർ സാറേ ബ്ലൂ സഫയറുടെ മേളിൽ ഇങ്ങനെ ഒരു ക്രാക്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, ഇൻക്ലൂഷനുണ്ട്, എമറാൾഡിനകത്ത് ഒരുപാട് പാടുകളും മാർക്കുകളും ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംശയങ്ങൾ. ഇതെല്ലാം ഈ നാച്ചുറൽ ആയതുകൊണ്ടാണ്. നാച്ചുറൽ സ്റ്റോൺസ് നാച്ചുറൽ ഇൻക്ലൂഷൻസ് ഉണ്ടാവും. എമറാൾഡ് പോലുള്ള ക്രിസ്റ്റൽസിൽ കോമൺ നാച്ചുറൽ ഫ്ലോസ് ഉണ്ടാവും. ഫ്ലോസ് അത് അതതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഹാർഡ്നെസ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഹാർഡ്നെസ് കൂടിയ കല്ല് ഡയമണ്ട് ആയതുകൊണ്ട് അത് ഫ്ലോലെസ്സാണ്. അതുകൊണ്ടാണ് ഈ IF എന്ന് പറയുന്ന ഒരു ഗ്രേഡ് തന്നെ ഇൻറ്റേർണലി ഫ്ലോലെസ് എന്നും പറഞ്ഞ് ഡയമണ്ടിൽ വന്നിരിക്കുന്നത് തന്നെ ഫ്ലോസ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഫ്ലോസ് ഉള്ള ധാരാളം അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലോസ് ഉള്ള ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു കല്ല് ഒരു മൈനിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുമ്പോൾ ഈ ഫ്ലോസ് ഇല്ലാത്തതും കളറ് കയറിയതും കളർ കുറഞ്ഞതും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മൈനിങ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ടും ഇതിന് മൈനിങ് ചെയ്യുന്നവന് നഷ്ടം വരാതിരിക്കാനും വേണ്ടി കണ്ടറിഞ്ഞ് ബുദ്ധിയുള്ള ആൾക്കാർ ഇതുപോലത്തെ ഫാക്ടറി വെച്ചിരിക്കുക. നിനക്ക് ക്രാക്കുള്ള റൂബി കൊണ്ടുപോവാ, ഞാനത് ഗ്ലാസ് ഫില്ല് ചെയ്ത് തരാം. പക്ഷേ ഇപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. നമുക്കും കണ്ടുപിടിക്കാൻ പറ്റും ഗ്ലാസ് ഫില്ലിംഗ് ആണോ എന്നതാണോ എന്നുള്ളത്. വല്ലാത്തൊരു തിളക്കം കാണും. അപ്പോൾ അതിനകത്ത് ഗ്ലാസ് ലെഡ് ഗ്ലാസ് പോലത്തെ ഗ്ലാസ് അതിനകത്ത് ഫില്ല് ചെയ്യുക ഞാൻ. അത് ചെറിയ പരിപാടി ഒന്നുമില്ല, വീട്ടിൽ ഇരുന്ന് ഗ്ലാസ് ഫില്ല് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതൊരു ഫാക്ടറി സെറ്റപ്പാണിത്. എല്ലാം കോടി ഇതിൻ്റെ എല്ലാം ഹീറ്റിങ്ങും ട്രീറ്റിങ്ങും ഡിഫ്യൂസ് സ്റ്റോൺസും ഉണ്ടാക്കുന്നത് വലിയ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള പരിപാടികളാണ്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ സൂര്യരത്നമായിട്ടുള്ള റൂബിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിൽ ഇപ്പം കിട്ടുന്ന മൈനുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ഇപ്പം കണ്ടുവരുന്ന കുറച്ച് ഈ ട്രീറ്റ്മെൻറ്റുകൾ അതിൻ്റെ കളറ് കൂട്ടാനും അതിൽ വന്നിരിക്കുന്ന ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോസൊക്കെ ഒഴിവാക്കാനായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ റൂബിയിൽ ഈ കാണുന്ന ട്രീറ്റ്മെൻറ്റ് പോലെ കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന മറ്റേത് സ്റ്റോൺ സഫയർ ഗ്രൂപ്പുകളിലും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ. ഇത് ഹീറ്റഡും ട്രീറ്റഡും ഡിഫ്യൂസ്ഡും മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുക. അതിൽ ഹീറ്റഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത് പ്രത്യേക ടെമ്പറേച്ചറിൽ കല്ലിനകത്തെ ആ കളറ്, ആ ദളത്തിനകത്തെ കളർ ഒരു യൂണിഫോം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ്. അതിപ്പോൾ നമുക്ക് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഈ ജസ്റ്റ് ഹീറ്റഡ് എന്ന് പറയാം. ഹീറ്റ് ചെയ്യണം. ഈ ട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇത് ട്രീറ്റ് ചെയ്ത് ഈ കളറിലേക്കും രൂപത്തിലേക്കും കൊണ്ടുവരും. അത് ട്രീറ്റഡ് സ്റ്റോൺസാണ്. അത് നമുക്ക് ഉപയോഗത്തിൽ കൊള്ളുന്നതല്ല. ഇപ്പം യെല്ലോ സഫയർ എന്ന് പറയുന്ന കല്ല്, മഞ്ഞ പുഷ്യരാഗത്തിൻ്റെ സ്റ്റോണ് ശരിക്കും പെയിൽ യെലോയിഷ് ആയിട്ടുള്ള കളറുണ്ടോ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് സംശയിക്കത്തക്ക രീതിയിൽ അങ്ങനത്തെ ഉണ്ട്. എന്നാൽ ഇച്ചിരി ഡാർക്ക് കളറിലുള്ള യെല്ലോ സഫയറും ഉണ്ട്. കിട്ടും. ഡാർക്ക് കളറിലുള്ളതുണ്ട്. അപ്പം അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ അത് കിട്ടുന്ന ആ ദളം നമ്മൾ മൈൻ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദളത്തിനകത്ത് കല്ലിന് കളർ കുറവാണെങ്കിൽ ബെറിലിയം എന്ന് പറയുന്ന കെമിക്കൽ പ്രത്യേക ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് ഈ കല്ല് കളർഫുള്ളാക്കുക. ഭയങ്കര ഡാർക്ക് കളറാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു 90% ഷോപ്പുകളിലും ബാങ്കോക്കിൽ നിന്ന് വരുന്ന കടും മഞ്ഞ യെല്ലോ സഫയറാണ്
കിട്ടുന്നത്. ഒരു കാരണവശാലും അത് ഉപയോഗിക്കാൻ കൊള്ളുന്നതല്ല. അതായത് നമ്മൾ അതിനൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടും, കാരണം ഇതെല്ലാം ഹാർഡ്നെസ്സിനെ ആധാരമാക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല ലാബുകൾ അതിനകത്ത് അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഇത് ട്രീറ്റഡ് ആണ്, ഇൻഡിക്കേഷൻ ഓഫ് ഇൻക്ലൂഷൻ ട്രീറ്റ്മെൻറ്റ് എന്നതിനകത്ത് കാണും. ട്രീറ്റഡ് സ്റ്റോൺ എന്നതിനകത്ത് അടിയിൽ കാണും. അത് നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യത്തില്ല. നാച്ചുറൽ യെല്ലോ സഫയർ എന്നും എഴുതും, അടിയിൽ ഇൻക്ലൂഷൻ ഇതിനകത്ത് അടി ട്രീറ്റഡ് എന്നും എഴുതി വെക്കും അതിനകത്ത്. അപ്പോൾ ഇത് മഞ്ഞ നിറമൊക്കെ ഭയങ്കര, ഈ യെല്ലോ സഫയർ നമുക്ക് കൊടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ മറ്റേതും ഇതുമായിട്ട് ആനയാടും പോലെ വ്യത്യാസമുണ്ട് വില. കളർ ഓക്കെ, റേറ്റിലും പ്രൈസിലും അതിന് വ്യത്യാസം വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതറിയാത്ത കച്ചവടക്കാരും ഉണ്ടല്ലോ, ഇത് കല്ലിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവരുണ്ട്, എല്ലാ കല്ലുകളും മേടിച്ച് വിൽക്കുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അവർ സർട്ടിഫിക്കറ്റോട് കൂടി യെല്ലോ സഫയർ വരുവാണ്, നല്ല മഞ്ഞ കളറാണ്. മഞ്ഞയല്ല, പെയിൽ യെലോയിഷാണ് ഇതിൻ്റെ കളർ എന്നാണ് നമ്മൾ എപ്പോഴും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ. പിന്നെ ബ്ലൂ സഫയറിനകത്തും ഹീറ്റിംഗ് ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ടാൻസനൈറ്റിൽ തന്നെ നല്ല കല്ലെടുത്തിട്ട് അവർ ചെറിയ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഹീറ്റ് ചെയ്യും. അത് വലിയ ദോഷമുള്ളതല്ല. കളറൊന്ന് കളറൊന്ന് യൂണിഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതായത് ചിലപ്പോൾ ഈ കല്ല് മൈൻ ചെയ്ത് കിട്ടുമ്പം അതിന് ഈ യെല്ലോ കളർ അല്ലെങ്കിൽ ബ്ലൂയിഷ് കളർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സർട്ടൻ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ കല്ലിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അപ്പോൾ ആ കല്ലിന് മൊത്തത്തിലുള്ളൊരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതൊന്ന് വർദ്ധിക്കും. ഓക്കെ, അതാണ് ഈ ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇത് സാധനം വെച്ചൊന്ന് ഊതിയാൽ വെള്ളം സ്പ്രെഡ് ആവും എന്ന് പറഞ്ഞ പോലെ അത് വലിയൊരു ഡാമേജ് അല്ല. അതിപ്പോൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഓക്കെ. പക്ഷേ ഈ ട്രീറ്റ് ചെയ്യുന്ന സ്റ്റോൺസ് കൊള്ളത്തില്ല. ഡിഫ്യൂസ്ഡ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണത്തില്ല, കണ്ട അസൽ ഇന്ദ്രനീലം. ഒറ്റ മനുഷ്യന് അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് അങ്ങനെയും മാനുഫാക്ചർ ചെയ്ത് വരുന്ന മാൻമെയ്ഡ് സാധനങ്ങളാണ്, സ്റ്റോണുകളുണ്ടാവും. അതൊക്കെ ചുമ്മാ ഭംഗിക്ക് വേണം മേടിച്ചിടാം, കാരണം അതിനകത്ത് വേറെ മിനറൽസ് ഒന്നുമില്ല, ഒരു ഗുണം കിട്ടത്തില്ല, ഒന്നുമില്ല, വെറും ഗ്ലാസ്സുകളാണ്. അപ്പോൾ നമ്മുടെ ജം ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റിനകത്ത് വെച്ച് നോക്കിയാൽ ഗ്ലാസ് അതേ കാണിക്കുള്ളൂ, ഗ്ലാസ്സേ വന്ന് നിൽക്കും. കാരണം അതിനകത്ത് മിനറൽസ് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് അത് ഏതാണെന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷനും കിട്ടത്തില്ല അല്ലേ. ഇപ്പം നമ്മൾ ഈ റൂബി അതുപോലെ തന്നെ യെല്ലോ സഫയർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. സൂര്യരത്നമായിട്ടുള്ള ഈ മാണിക്യത്തിനും നമുക്ക് ഈ ഇപ്പം റൂബി തന്നെ ഉപയോഗിക്കണമെന്നില്ലല്ലോ. നമുക്ക് ഇപ്പം ആ ഒരു ബഡ്ജറ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ടുള്ള ഉപരത്നങ്ങളിലേക്കൊക്കെ പോകാം, അല്പമൂല്യ രത്നങ്ങളിലേക്ക് പോകാം. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഉപയോഗിക്കാം അല്ലേ. ഫസ്റ്റ് റൂബിക്ക് തൊട്ട് താഴെ നിൽക്കുന്നതാണ് ഈ ഗാർണറ്റ്. പിന്നെ നമുക്ക് അൺകട്ട് റൂബി വരുന്നുണ്ട്, സ്റ്റാർ റൂബി വരുന്നുണ്ട്. ഓക്കെ, സ്റ്റാർ റൂബി അത് ടോർച്ച് അടിച്ചാൽ 4-6 സ്റ്റാർ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒരു നക്ഷത്രത്തിൻ്റെ അല്ല കട്ടിങ്ങിനകത്ത് വരുന്ന. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ റൂബിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ സ്ക്രാച്ചസ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗത്തിൽ ഇതെല്ലാം ഡയമണ്ട് ഒഴിച്ച് ബാക്കി എല്ലാം സ്ക്രാച്ച് വീഴും. എങ്ങനെ ഉപയോഗിച്ചാലും നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാം, പക്ഷെ എന്നാലും സ്ക്രാച്ച് വീഴാൻ ചാൻസസ് കൂടുതൽ. എവിടെയെങ്കിലും ഷാർപ്പായിട്ട് കൊണ്ടാൽ ഇതെല്ലാം സ്ക്രാച്ച് കയറും. പക്ഷെ അതുകൊണ്ടൊന്നും കല്ലിന് യാതൊരു ദോഷവും വരുന്നില്ല. കല്ലിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ കട്ടിയുള്ള ബ്ലാക്ക് സ്പോട്ട്, പിന്നെ സെൻട്രൽ ക്രാക്ക്, രണ്ടായിട്ട് പൊട്ടി അടന്ന് മാറിയിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ നടുവ പൊട്ടിയ ഒരു ഗ്ലാസ് കണ്ണാടി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, മുഖം നോക്കാനായിട്ട്. അപ്പോഴേ പറയും ഇത് അങ്ങനെ ചെയ്തത് അത് ദോഷമാണെന്ന് പറയും. പിന്നെ എനർജി സ്പ്ലിറ്റായി പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കല്ല്. അല്ല സാധാരണ കാണുന്ന നാച്ചുറൽ കല്ലുകളിൽ എപ്പോഴും നാച്ചുറൽ ഇൻക്ലൂഷൻസും ഫ്ലോസും ഉണ്ടായിരിക്കും, ചെറിയ സ്ക്രാച്ചും ഒക്കെ കാണും. അതുകൊണ്ടൊന്നും ഇല്ല. വലിയ കല്ലുകളും ദളങ്ങളും നമ്മൾ കട്ട് ചെയ്ത് പോളിഷ് ചെയ്താണ് സാധനം കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് എപ്പിസോഡിൽ നമുക്ക് ധാരാളം വിവരങ്ങളും വിശേഷങ്ങളും ഉണ്ടായിരുന്നു. കൂടുതൽ രത്ന അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം.